തുടരും കണ്ടു. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് അനുഭവം തന്നൊരു മൂവിയായിരുന്നു തുടരും. അത് മാത്രമല്ല ഒരുപാട് നാളിന് ശേഷം നമ്മുടെ പഴയ ലാലേട്ടനെ തിരിച്ച് കിട്ടി എന്ന് കൂടെ ഈ ഒരു സിനിമയിലൂടെ നമുക്ക് വിശേഷിപ്പിക്കാം. സിനിമയിൽ എവിടെ ഒരു ലാഗ് പോലെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. കംപ്ലീറ്റ് എൻഗേജ്ഡ് ആയിട്ട് പോകുന്ന ഒരു മൂവിയായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിലെ കോമഡീസ് ഒക്കെ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഇട്ട് താങ്ങുന്നുണ്ട്. എടുത്തു പറയേണ്ട പെർഫോമൻസ് ഓഫ് കോഴ്സ് ലാലേട്ടൻ, ശോഭന മാം, ബിനു പപ്പു ആൻഡ് പ്രകാശ് വർമ്മ. വില്ലൻ എത്രത്തോളം പവർഫുൾ ആവുന്നോ അത്രത്തോളം പവർഫുൾ തന്നെ നായകനുമാവൂ എന്ന് ഈ ഒരു പുള്ളിക്കാരൻ നമുക്ക് കാണാം. നല്ലൊരു കിടിലൻ ഫാമിലി പടമാണ്. എല്ലാവരും ഒരുമിച്ച് പോയി കാണുക. മാത്രമല്ല എനിക്ക് എവിടേക്കോ ഒരു ദൃശ്യം മോഡൽ ടച്ച് തോന്നി. സ്വാഭാവികം. ഈ പടത്തിന് ഞാൻ 10ൽ 10 തന്നെ കൊടുക്കും. കാരണം എൻ്റെ ഉള്ളിലെ ലാലേട്ടൻ ഫാനിനെ അത്രയ്ക്കധികം സാറ്റിസ്ഫൈ ചെയ്തൊരു പടമാണ് തുടരും. പിന്നെ കുറേ പേര് പറയുന്നത് എമ്പുരാൻ്റെ ക്ഷീണം മാറിയെന്ന്. ബേസിക്കലി ക്ഷീണം മാറാനുള്ളതായിട്ടൊന്നും എമ്പുരാനൊന്നും ഇല്ല. കാരണം എമ്പുരാൻ നല്ലൊരു പടം തന്നെയാണ്. ബേസിക്കലി ഓഫ് കോഴ്സ് ഒരു ഇൻ്റർനാഷണൽ മൂവിയാണത്. അത് നമ്മുടെ നോർമൽ മലയാളം മൂവി അല്ല. അപ്പോൾ അതാണ് തുടരുംൻ്റെ റിവ്യൂ. ഓഫ് കോഴ്സ് കുടുംബത്തോടെ പോയി കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, ടിക്കറ്റ് ബുക്ക് ചെയ്താൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ലാലേട്ടൻ്റെ പെർഫോമൻസ് തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണ്. എൻ്റെ പൊന്നോ, ആരാണ് പറഞ്ഞത് ലാലേട്ടനെ അഭിനയിക്കാൻ അറിയത്തില്ലെന്ന്? ദിസ് ഈസ് ഓഫ് കോഴ്സ് ലാൽ മാജിക് ബ്രോ, ലാൽ മാജിക്. ഇതുപോലെ ഒരുപാടധികം പുതിയ ഡയറക്ടേഴ്സിനും ലാലേട്ടന് അവസരം കൊടുക്കട്ടെ. തരുൺ മൂർത്തി 3 സിനിമയാണ് ഇതിനിടെ എടുത്തിരിക്കുന്നത്. സൗദി വെള്ളയ്ക്ക ആൻഡ് ഓപ്പറേഷൻ ജാവ. ആൻഡ് തരുൺ മൂർത്തി തന്നെ വേണ്ടി വന്നു നമ്മുടെ ഒരു പഴയ വിൻറ്റേജ് ലാലേട്ടനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവിയാണ്.